ശിവഭഗവാന്റെ പ്രീതി ലഭിക്കുന്നതിനു വേണ്ടിയിട്ടാണ് നാം പ്രദോഷവ്രതം അനുഷ്ഠിക്കുന്നത്. ദാരിദ്ര്യമുക്തി, കീർത്തി, സന്താനലബ്ധി, ശത്രുനാശം, ആയുരാരോഗ്യ സൗഖ്യം എന്നീ ഫലങ്ങളാണ് ശിവനെ പ്രീതിപ്പെടുത്തിയാൽ ലഭിക്കുന്നത്. മാസത്തിൽ 2 പ്രദോഷമാണുള്ളത്. അമാവാസിയും പൗർണമിയും കഴിഞ്ഞുവരുന്ന ത്രയോദശി തിഥിയാണ് പ്രദോഷ ദിവസം. സൂര്യാസ്തമയത്തിന് മുൻപും പിൻപുമുള്ള 1.5 മണിക്കൂർ സമയമാണ് പ്രദോഷസന്ധ്യ. കറുത്ത പക്ഷത്തിലെ ശനിയാഴ്ച വരുന്ന പ്രദോഷം വളരെ വിശേഷപ്പെട്ടതാണ്. തിങ്കളാഴ്ച വരുന്ന പ്രദോഷം സമ്പത്ത്, സന്താനലബ്ധി എന്നിവയ്ക്കുവേണ്ടി പ്രാർത്ഥന നടത്തുന്നവർക്ക് വളരെ വിശേഷപ്പെട്ടതാണ്. പ്രദോഷവ്രതം എടുക്കുന്നവർ അതിരാവിലെ കുളിച്ച് ഭസ്മക്കുറി തൊടണം. പകൽ ഉപവസിക്കുകയും ഓം നമഃശിവായ മന്ത്രം, ശിവസഹസ്രനാമം, ശിവപുരാണ പാരായണം എന്നിവ ചൊല്ലുന്നത് ഉത്തമമാണ്. ശിവപാർവതിമാർ ഏറ്റവും സന്തോഷത്തോടുകൂടിയിരിക്കുന്നത് പ്രദോഷസന്ധ്യയിലാണ്. പ്രദോഷസന്ധ്യാവേളയിൽ സകല ദേവീദേവന്മാരും ഭൂതഗണങ്ങളും പാട്ടുപാടി നൃത്തം ചെയ്യുന്നു എന്നാണ് വിശ്വാസം. ഈ സന്ധ്യയിൽ ശിവക്ഷേത്ര ദർശനം നടത്തുന്നത് ഏറ്റവും ഉത്തമമാണ്. വ്രതം എടുക്കാത്തവർക്കും ക്ഷേത്രത്തിലെത്തി പൂജയിലും വഴിപാടിനും പങ്കെടുക്കുന്നതും ഉത്തമമാണ്. കൂവളമാല, കൂവളയില കൊണ്ടുള്ള അർച്ചന എന്നിവ വിശേഷഫലം തരുമെന്നാണ് വിശ്വാസം. ക്ഷേത്രദർശനം നടത്തി ദീപാരാധനയ്ക്ക് ശേഷം തീർത്ഥം സേവിച്ച് വ്രതം അവസാനിപ്പിക്കാം.